ആരുടെയോ തോന്നലോ അവരുടെ ജീവിതകഥയിൽ അടിക്കുറിപ്പോ ആയി ഒതുങ്ങേണ്ടവളല്ല താനെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയ ജീവിതം. അതിൻ്റെ ദുർഘടവും ആയാസവുമായി യാത്ര തുറന്നു പറയുകയാണ് അഭിനേത്രി, ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ ഏറെ പ്രശസ്തയായ ജോളി ചെറിയത്ത്. വലിയൊരു കാലയളവിന് ശേഷം താൻ ഏറെ നാൾ ജീവിച്ച UAE ഒരു സന്ദർശകയായി എത്തിയ വേളയിൽ നടന്ന റൂമി കൂടിയിരിപ്പിലെ സംഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു ഏവരെയും. കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ അതും ഈ പറഞ്ഞ മാതിരി നമ്മളെ സംബന്ധിച്ചൊരു ഫോറിൻ ലാൻഡാണ്. ഞാൻ അതുവരെ വളർന്നൊരു സ്ഥലമല്ല. എനിക്ക് മക്കളെ സംബന്ധിച്ച് അത് എറണാകുളം ഒരു പുതിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ആരുമില്ല. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല, മമ്മിയില്ല, മക്കളും ഞാനും ഒരുപോലെ ഭയങ്കര പാനിക്കായിട്ടുള്ളൊരവസ്ഥ. ഞങ്ങൾക്ക് കൾച്ചറൽ ഷോക്കാണ് അതിഭീകരമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. ഒന്ന്, ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ഉറക്കെ പാട്ട് വയ്ക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു അണ്ടർ റഡാറിലാണ് ഏത് നിമിഷവും. എവിടേക്കാ പോയി, എന്തിനാ പോയി, ആരാ വന്നത്, എന്താ വന്നത്. അപ്പം നമുക്കിത് ഭയങ്കര എന്ത് തേങ്ങയാണ് ഇങ്ങനെ, മനുഷ്യരെന്തിനാണ് ഇത്രയ്ക്ക്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അസോസിയേഷൻ വലത് വിങ്ങിൻ്റെ കയ്യിലാണ്. അവർ അധികം പേരും അവിടെ BJP അനുഭാവികളും BJPക്കാരായിട്ടുള്ള ആളുകളാണ്. നമുക്കതൊന്നും വിഷയമല്ല, നമ്മളിതൊന്നും അറിയുന്നില്ല. പിന്നെ ഞാൻ സൗമ്യ വിഷയം നടക്കുമ്പോൾ അന്നേരം അവിടെ നമ്മളെ പഴയ എൻ്റെയും ബാലുൻ്റെയൊക്കെ സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് നന്ദിനി, പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ട 1-2 സുഹൃത്തുക്കൾ, അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയുന്നു. ഞാൻ സൗമ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊട്ടസ്റ്റിന് പോകുന്ന സമയത്താണ് അവിടെ വേറെ സ്ത്രീകളെയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നീട് അതിലേക്ക് ഞാൻ എത്തിപ്പെടേണ്ടാവുന്നു. അപ്പം നമ്മളെല്ലാ സ്ത്രീകളും കൂടെ തീരുമാനിച്ച് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കണം. ഇങ്ങനെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ നമുക്കൊരു റിയാക്ട് ചെയ്യാനുള്ള ഒരാളെങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഞങ്ങളൊരു 7 പേരൊക്കെ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ത്രീ കൂട്ടായ്മ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കണം. അങ്ങനെയാണ് ഞാൻ പതുക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് സ്ത്രീ കൂട്ടായ്മയുടെ ഒരുപാട് ഇടപെടലുകൾ, അത് കേസാവുന്നു, അറസ്റ്റാവുന്നു. ഇതിന് ശേഷമാണ് മനുഷ്യാവകാശ പ്രവർത്തകയായിട്ട് മാറുന്നത്. മനുഷ്യാവകാശം ലേറ്ററാണ്. ഈ സമയത്ത് തന്നെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞത്, ഇവിടെ നിന്ന് ബാലുവിനോട് പറഞ്ഞ സുഹൃത്തുക്കളുണ്ട്, ജോളി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അതേ സുഹൃത്തുക്കൾക്ക് അവർക്ക് തന്നെ എവിടെയും ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചാനലിൽ ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചു, കിട്ടുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ സ്റ്റുഡിയോ നടത്തിയ എക്സ്പീരിയൻസ് അല്ല അവർക്ക് വേണ്ടത്. നമ്മളത് ചെയ്യാന്നുള്ളൊരു ഉറപ്പ് പോരാ. നമുക്കൊരു CV സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ എഴുതാണ്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു CV ക്രിയേറ്റ് ചെയ്യാനില്ല. അങ്ങനെ ഞാൻ പിന്നെ സുഹൃത്തുക്കൾ വഴിയാണ്, പഴയ നാട്ടരങ്ങിലെ സുഹൃത്തുക്കൾ വഴിയാണ്. ഗോപികൃഷ്ണൻ സുഹൃത്താണ്, ഞങ്ങൾ ഒരേ ബാച്ച്മേറ്റാണ് കോളേജിൽ. അപ്പോൾ അവൻ്റെ സ്ക്രിപ്റ്റാണ് ഈ ഒളിപ്പോര് എന്ന് പറഞ്ഞ സിനിമ. അത് ചെയ്യുന്നത് നമ്മുടെ വേറൊരു സുഹൃത്താണ്. അപ്പം അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇതിലൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള. ഇതിനിടയ്ക്ക് ഞാൻ അവിടെ ചെന്ന് നാടകം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈ എറണാകുളം പോലെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ട്രേഡ് ഓഫ്. നമുക്ക് ഒരു നാടകം പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സ്പേസ് പോലും അവിടെ ഇല്ല. ആകെയുള്ളത് ഫൈൻ ആർട്സ് ഹാള് അല്ലെങ്കിൽ ടൗൺ ഹാള്, പിന്നെ പ്രൈവറ്റ് ഹാളുകളാണ്, ഓഡിറ്റോറിയങ്ങളാണ്. അതല്ലാതെ നമുക്കൊരു ചെറിയ വാടകയ്ക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ പല എമിറേറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും. അവിടെ എറണാകുളം ജില്ലയിൽ തന്നെ വ്യത്യസ്ത, ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരാൾ മട്ടാഞ്ചേരി, ഇവർക്കൊന്നും ജോലി കഴിഞ്ഞിട്ട് റിഹേഴ്സലിന് വന്നാൽ തന്നെ തിരിച്ചു പോകാൻ വാഹനമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ 8 മണി 8:30 കഴിഞ്ഞ ഒരു മെട്രോ സിറ്റിയിൽ പോലും പൊതുവാഹനമില്ല. എല്ലാവർക്കും ബൈക്ക് ഉണ്ടാവോ, കാർ ഉണ്ടാവോ? അങ്ങനത്തെ മനുഷ്യരും അല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒട്ടും സാധ്യമല്ല ഒരു നാടകം ഉണ്ടാക്കിയെടുക്കല്. അങ്ങനെ നാടകം വിട്ടു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇവര് ഇങ്ങനെ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ അതിൽ പോയിട്ട് AD ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഞാനൊരു 10 മിനിറ്റിന്റെ സിനിമ ചെയ്തിരുന്നു. അനൂപിന് ഓർമ്മയില്ലേ, ഇൻവിസിബിൾസ് എന്ന് പറഞ്ഞിട്ട്. വെറുതെ എൻ്റെ ചെറിയ ഹാൻഡിക്യാം വെച്ച് അത് തന്നെ എല്ലാം നമ്മൾ തന്നെ, സ്ക്രിപ്റ്റും ഡയറക്ഷനും ക്യാമറയൊക്കെ ഇട്ട് അങ്ങനെ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ വെച്ചിട്ട് അതിൻ്റെ ഒരു ബലത്തിലാണ് അവനെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, 36 ദിവസം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പട്ടിപ്പണി എടുക്കാന്നല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ക്രിയേറ്റീവായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. നമ്മൾക്ക് ഇങ്ങനെ ഏൽപ്പിച്ച കുറേ പരിപാടി. ഇപ്പോൾ പ്രോപ്പർട്ടിയാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ സീനിലേക്ക് വേണ്ട പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. അപ്പോൾ ഇതാണ് ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഈ സാധനമൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തുകൊണ്ടോന്ന് ഉറപ്പാക്കണം. ഇത്രേ ചെയ്യാനുള്ളൂ.
വേറെ ഒന്നും നമുക്ക് ഒരു ഇന്ററാക്ഷൻ അവിടെ സാധ്യമല്ല. എന്നാലും അത് ഒരു അനുഭവമായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ KC ജയന്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പപ്പിലിയ ബുദ്ധൊക്കെ ചെയ്ത് കബോഡി സ്കേപ്സ് എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി ഒരു രസമായിരുന്നു. കാരണം അതിനുള്ള ഒരു ഇന്ററാക്ഷൻ ഉള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. അതും പക്ഷെ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 2012 കഴിഞ്ഞിട്ട് 2015 പിന്നെ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പൊ നമ്മളെ വയസ്സ് 42 വയസ്സ് എന്ന് പറഞ്ഞതൊക്കെ നമ്മള് സ്ത്രീകളെ സംബന്ധിച്ച്, കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് പറ്റുമെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ നാരാമനാമം ജപിച്ച് ഒരുത്തിലിരിക്കുക, കൊന്തെത്തിച്ചിരിക്കുക എന്ന് പറയും നമ്മളെ പഴയ ഭാഷയിൽ. അത്രയ്ക്കും യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണെന്നാണ് പൊതുസമൂഹം കാണുന്നത്. മോസ്റ്റ്ലി അധികം ആളുകളൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരൊക്കെ ആ കാലം കൊണ്ട് തന്നെ അമ്മൂമ്മമാരായിട്ടുണ്ട്. കാരണം ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, 10, 20, 21 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് കുട്ടികളായപ്പോൾ പെൺമക്കളൊക്കെയാണ് മൂത്തതെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും 10, 45 വയസ്സാകുമ്പോഴേക്കും അമ്മൂമ്മമാരാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അത്രയാക്കി ചുരുക്കി കിട്ടാത്തത് എന്താണെന്നാണ് എൻ്റെ ഒരു ഖേദം. അത്രയ്ക്കും വേസ്റ്റ് അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ അത്രയ്ക്കും നിങ്ങൾക്ക് ധർമ്മസങ്കടമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ ഒരു ബാറുള്ളതുകൊണ്ടാണ് 10:30 മണി വരെ ഒരു സോഷ്യൽ ലൈഫ് കേരളത്തിൽ. അല്ലെങ്കിൽ എന്ത് സോഷ്യൽ ലൈഫാണ് നിങ്ങൾക്കുള്ളത്? കുട്ടികൾക്ക് എന്ത് പ്ലേ ഗ്രൗണ്ട് അവിടെ ഉള്ളത്? കുട്ടികൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ജീവിതത്തിന്റെ വേറെ വഴിത്തിരിവുണ്ടാവുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സമയത്ത് ഞാൻ സോഷ്യലി എന്ത് എൻഗേജ് ചെയ്തെങ്കിലും ഞാനത് എൻ്റെ നിലപാടിന്റെ പുറത്താണ്. എൻ്റെ തന്നെ നിലപാടിന്റെ പുറത്ത്, എൻ്റെ തന്നെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ പുറത്ത് തന്നെയാണ് ഞാൻ പിന്നെ ഓരോ സാധനങ്ങളും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിനിടയിലാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. ബാലുനാട്ടി വരുന്നു, കുറച്ച് മാസങ്ങൾക്കകത്ത് പുള്ളി നമ്മളോട് സെപ്പറേറ്റഡ് ആവാൻ തീരുമാനം അറിയിക്കുക ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 2016 ഒരു ഒക്ടോബർ 29-നാണ് ആള് ഇത് കംപ്ലീറ്റ്ലി നമ്മളോടുള്ള ഒരു സാധനം അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോണത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട്, സ്വാഭാവികമായിട്ടും ഭയങ്കരമായി തളർന്നു പോയി. പക്ഷെ ബാലുച്ചേട്ടയ്യ അതിനു മുമ്പ് കണ്ണിന്റെ ട്രീറ്റ്മെന്റിന് വരുന്ന സമയത്താണ് 2015 എനിക്ക് ഈ സിനിമയ്ക്ക് ഓഡിഷൻ അല്ല, നമ്മുടെ വേറെ സുഹൃത്ത് സുർജിത്ത് ഗോപിനാഥ് എന്ന് പറഞ്ഞ നാടകത്തിലൊക്കെ സിനിമയിലൊക്കെയുള്ള ആള്, ചെമ്പനാണ് ഈ സിനിമ ചെയ്യുന്ന അങ്കമാലി ഡയറീസ്. അപ്പൊ പുതുമുഖങ്ങളെ തേടുന്നു. അവർക്ക് അപ്പോൾ പ്രിഫറബിളി ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടും ഒരു ഡസ്കി കളറുള്ള 45+ ഒരു പെണ്ണിനെ വേണമെന്ന് പറയുന്നു. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, എനിക്ക് ഡയറക്ഷൻ മാത്രമല്ല അത് അഭിനയിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് ഞാൻ അന്ന് ബാലുച്ചേട്ടയൊക്കെ വീട്ടിലുണ്ട്. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ 2 ഫോട്ടോ എടുത്ത് അയക്കുന്നു. പുള്ളി പറയുന്നു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, പ്രോജക്റ്റ് ഓൺ ആകുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വിട്ടേ പോയി. അതിനുശേഷം ഈ 2016 ബാലുച്ചേട്ടായി വന്ന സമയത്താണ് അവരെന്നെ ഓഡീഷന് വിളിക്കുന്നത്. ആ പുള്ളി വീട്ടിലുണ്ട്, ഓഡീഷന് പോകുന്നു, ഞാൻ ഇന്നാവുന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി നമ്മളെ നോട്ട് നിരോധനം വന്നപ്പോൾ ഷൂട്ട് ബ്രേക്ക് ചെയ്തു. ആ സമയത്തുള്ള ആ പീരീഡിലാണ് പുള്ളി പിന്നെ പാർട്ട് ചെയ്യുന്നത് ബാലു. അന്ന് ഞാനത് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിനെ മറികടക്കാൻ ഒരു അവസ്ഥ എന്ന് ഞാൻ കണ്ടോളൂ. ഞാൻ ഒരിക്കലും തുടർച്ചയായിട്ട് സിനിമയിൽ ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. പിന്നെ സിനിമ രക്ഷപ്പെട്ടാലല്ലേ അത് തീരുമാനിക്കാനും. അന്ന് പിന്നെ സിനിമ എങ്ങനെയൊക്കെയോ കഴിയുന്നു. സിനിമ 2017 മാർച്ച് 3-നാണ് സിനിമ റിലീസാവുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ, സിനിമ രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം, നമ്മളെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ട്. അല്ലാതെ ഇതൊന്നും ഞാൻ പ്ലാൻഡ് അല്ല. നാട്ടിൽ പോവുക എന്നുള്ളത് തൊട്ട് എൻ്റെ ജീവിതത്തിലൊന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. കേരളം ഏത് കാലത്തും 2 പക്ഷം തന്നെയുണ്ട്. ഒന്ന്, സ്ത്രീകളെ പ്രശ്നത്തെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു ചെറിയ പക്ഷമുണ്ട്. അങ്ങനെയല്ല എന്ന് പറയുന്ന എതിർപക്ഷമുണ്ട്. അതെല്ലാ വിഷയത്തിലും അങ്ങനെയുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അത് കൂടുതലായിട്ട് മെച്ചപ്പെട്ടെന്ന് വെച്ചാൽ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഈ ന്യൂജൻ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. നമ്മൾ ന്യൂജൻ സിനിമ എന്ന് മനസ്സിലാക്കുന്നത് യങ്സ്റ്റേഴ്സ് എടുക്കുന്ന സിനിമയാണ് നമുക്ക് ന്യൂജൻ. എൻ്റെ മനസ്സിലാക്കല്ലേ, യങ്സ്റ്റേഴ്സ് എടുത്തത് സിനിമ ആയതുകൊണ്ട് അത് ന്യൂജൻ ആവുന്നില്ല. അതിന് സമൂഹത്തിനോട് എന്തെങ്കിലും പ്രോഗ്രസീവായിട്ടും ഇൻട്രാക്റ്റീവായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സിനിമ ആരെടുത്താലും അതിനെയാണ് ഒരു ന്യൂജൻ സിനിമ എന്ന് പറയേണ്ടത്. അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മളതിനെ അങ്ങനെയൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ ന്യൂജൻ സിനിമക്കാർ വന്നതുകൊണ്ടല്ല, കുറച്ച് ചെറുപ്പക്കാർ, വേറെ തരത്തിലുള്ള ഒരു സെൻസിബിലിറ്റി ഉള്ള ചെറുപ്പക്കാർ ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട്
പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ടൂളുകൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ആളുകൾ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യരെ, സ്ത്രീകളെ എങ്ങനെ നമ്മൾ പരിഗണിക്കണം, അല്ലെങ്കിൽ പൊതുവെ മനുഷ്യരെ എങ്ങനെയൊക്കെ നമ്മൾ ഒരു വർക്കിംഗ് സ്പേസിൽ പരിഗണിക്കണം, അതിൽ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ അങ്ങനെ ഒരു അവബോധമുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റമുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ സൊസൈറ്റീനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈലി റിഗ്രസീവായിട്ടാണ് സൊസൈറ്റി പോണത്. അപ്പോൾ അതിൻ്റെ കോൺഫ്ലിക്റ്റ് തന്നെ സിനിമയ്ക്കകത്തുള്ളൂ. അല്ലാണ്ട് സിനിമ ഉണ്ടാക്കി വെച്ചത് എന്തെങ്കിലും, പിന്നെ സിനിമേനെ നമ്മൾ വായിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. സിനിമ കാണുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ കണ്ടന്റ് വൈസ് ഒന്ന് മലയാള സിനിമ എന്തെങ്കിലും പുതുതായി എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലോകം തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി പോകാൻ പോകുന്നത് തന്നെ ഒരു വാർ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീനെ കുറിച്ചാണ്. പക്ഷെ ഇന്ന് നമ്മളെയൊക്കെ ഈ പബ്ജി കളിക്കുന്ന ഒരു തലമുറേനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിൽ തന്നെ എനിക്ക് തോന്നുന്നു വാർ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ സാധ്യതയുള്ള വിധം വയലൻസിന് അത്ര എൻജോയ് ചെയ്യുന്ന ഒരു സമൂഹങ്ങളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. കാരണം ഇന്നത്തെ എല്ലാ സിനിമകളും നോക്കിയാലും ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് വയലൻസ് കൂടുതലുള്ളതാണ്. ആ വയലൻസിനെ നിങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ക്രാഫ്റ്റ് പോലും. അപ്പം അങ്ങനെയാണ് റീഡിങ് പോണത് സിനിമയെക്കുറിച്ച്. അപ്പം അത്തരത്തിലുള്ള സിനിമയ്ക്കകത്തിരുന്നിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തിനകത്തിരുന്നിട്ടാണ് നമ്മൾ വളരെ ഇന്നും മനുഷ്യരുടെ മുന്നിലേക്ക് വരാത്ത വിഷയം പോലെയായിട്ടാണ് നിൽക്കുന്നത്. ഈ ജെൻഡർ സ്പെക്ട്രങ്ങൾ, ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ പൊസിഷനിങ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സാധനത്തെയൊന്നും മനസ്സിലാക്കാവുന്ന വിധത്തിലൊന്നും അല്ല ഇന്ന് നമ്മുടെ സമൂഹം. അപ്പോൾ അതിൻ്റെ പരിമിതികൾ തന്നെ സിനിമയ്ക്കകത്തുള്ളൂ. പക്ഷെ നമ്മളതിന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഒട്ടും സാമൂഹ്യ ജനാധിപത്യം വികസിക്കാത്ത ഒരിടത്തിലാണ് ഈ കലാരൂപം നിൽക്കുന്നത്. അതിൻ്റെ ആകെയുള്ള ഒരു മേന്മ എന്ന് പറയുന്നത് അത് ഹൈടെക് ആണെന്നുള്ളതാണ്. അതല്ലാതെ വേറെ രീതിയിൽ അതിന് എന്തെങ്കിലും മേന്മ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് കണ്ടന്റ് വൈസ് ഞാനൊന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത്ര ഹാപ്പി ഒന്നുമല്ല. ഒരു 2011 മുതലുള്ള എൻ്റെ സാമൂഹ്യ ഇടപെടലിൻ്റെ ഒരു ശേഷിയാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാൻ ഉള്ളൊരു കരുത്ത് തരുന്നത്. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് തന്നെ എൻ്റെ ഒരു ഡിസിഷനാണ്. ഏത് തരത്തിലുള്ള പവറിനോടും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ ഏത് അധികാരം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐഡിയോളജിയിൽ നിൽക്കുന്ന മനുഷ്യർ അധികാരത്തിലെത്തിയാലും അവിടെ ഞാൻ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ ബലത്തിലായിരിക്കും ഞാൻ എന്ത് കാര്യം തുറന്നു പറയാൻ തയ്യാറാവുന്നത്. അതല്ലാതെ അത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ ശ്രദ്ധിച്ചതിൻ്റെ പുറത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് വെച്ചാൽ ഹേമ കമ്മീഷൻ ഞങ്ങളുടെയൊക്കെ ഇത്തരം പീപ്പിളായിട്ടാണെങ്കിലും ഞങ്ങളുടെ വോയിസിൻ്റെ ഭാഗമായിട്ടാണ് ഹേമ കമ്മീഷൻ ഉണ്ടാകുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. അതും ഇൻഡസ്ട്രിയുടെ മാത്രം പ്രശ്നമാണ്. നമ്മളെല്ലാ റിപ്പോർട്ടും നോക്കുക. നമ്മൾ ഇന്ന് വരെയുള്ള ഏത് തരത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ടും പൊതുജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പൈസ പോയിട്ട് കണ്ടെത്തുന്നതാണ്. ആ ഫാക്ട് ഫൈൻഡിങ്ങിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും ഇല്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഫാക്ട് ഫൈൻഡിങ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? നമുക്ക് മുന്നിൽ വന്നിട്ടില്ല. അതിപ്പോൾ ഭീമാപ്പള്ളി വെടിവെപ്പ് തൊട്ടായിട്ട് ഇന്നിപ്പോൾ ഹേമ കമ്മീഷൻ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ നിസ്സംഗതയാണ്, നമ്മളെ ആർജവമില്ലായ്മയാണ്. പക്ഷെ അതേസമയം ഒരു ഗുണം ഉണ്ടായി തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ച് അതിൻ്റെ ഒരു ഫൈൻഡിങ്സിൻ്റെ നിരീക്ഷണങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഹൈക്കോടതി പറഞ്ഞു IC ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പോഷ് ആക്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് തൊഴിലിടത്തിൽ പോഷ് ആക്ട് വേണമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല, സിനിമയ്ക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സിനിമ ലോകത്ത് അത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ IC എന്ന് കേൾക്കുമ്പോൾ അവർ WCC ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അത് WCCയിലെ പെണ്ണുങ്ങളുടെ പ്രശ്നം, അവരെ കുത്തിത്തീർക്കുക, അതാണ്. അതല്ലാതെ അപ്പം നമ്മളത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ്റിനോട് പറഞ്ഞൊരു സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും അത് ഒരു സീരിയലായിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ആൽബം ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും 10 പേര് വർക്ക് ചെയ്യുന്നിടത്ത് IC വേണം എന്നുള്ളതാണ്. നിയമവും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് 10 പെണ്ണുങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ IC മതി എന്നാണ്. അപ്പോൾ അതായത് ഞങ്ങൾ പുരുഷന്മാരുള്ളിടത്തൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, പെണ്ണുങ്ങളുള്ളിടത്താണ് ഈ പ്രശ്നം പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് പിന്നെ പെണ്ണുങ്ങളെ ഒഴിവാക്കാം. അപ്പോൾ സ്ക്രിപ്റ്റ് നോക്കൂ, സ്ത്രീകൾ ഏറ്റവും കുറവുള്ള സ്ക്രിപ്റ്റുകളുണ്ടാവണം. കാരണം വീട്ടിലുണ്ടെങ്കിലല്ലേ തൊല്ല, വിധിയില്ലെങ്കിൽ പിന്നെ നമുക്ക് IC വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനത്തെ സ്ക്രിപ്റ്റുകളായി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയണ്ടേ, അതൊരു ഞാൻ പറയില്ലേ സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയ വികസിക്കാത്തടത്തുള്ള പ്രശ്നങ്ങളാണ്. അത് നമ്മൾ കുറച്ച് ഭംഗിയായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം.
അതിനിടയിൽ എനിക്ക് തോന്നിയത് ഒരു സിനിമ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വോയിസ് പ്ലേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മീഡിയ പോലും എന്നെ ശ്രദ്ധിക്കാനൊരു കാരണം. അല്ലാതെ നടി എന്നുള്ള രീതിയിലല്ല. അപ്പം നടി എന്നുള്ളതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ മാർക്കറ്റിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു താരശരീരമായിരിക്കണം. ഞാനതല്ല. മാർക്കറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്ന താരശരീരങ്ങളുടെ വോയിസ് കേട്ടാൽ മതി, അവരുടെ കോമഡികൾ കണ്ടാൽ മതി. എനിക്ക് കൃത്യമായിട്ട് അറിയാൻ, നമ്മളെ പ്രേക്ഷകർക്ക് അറിയാൻ ഞാൻ അങ്ങനത്തെ ഒരു താരമല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു വേദി കിട്ടിയതുകൊണ്ട്, അങ്ങനെ ഒരു വോയിസ് പ്ലേസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ആളുകൾക്ക് പിന്നെ അതിനകത്തൊരു ഹരം തോന്നി. അപ്പോൾ പിന്നെ കുറച്ച് ഗൗരവപൂർവ്വം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന മീഡിയയാണ് പിന്നെ എന്നെ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുന്നത്. ആ ഇൻ്റർവ്യൂ ഗുണം ചെയ്തു. അത് എനിക്ക് മനസ്സിലായത്, ഇത് പറയാൻ ആഗ്രഹിക്കുകയും ഇത് പറയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇൻഡസ്ട്രിക്കകത്ത്. എനിക്കതിനകത്തുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ചിട്ട് അവർ പറഞ്ഞത്, ചേച്ചി ഇതിലധികം ചെയ്യാനൊന്നുമില്ല ചേച്ചിക്ക്, പക്ഷെ ഞങ്ങളൊരു സന്തോഷമാണ് ഈ സിനിമയിൽ ചേച്ചി ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാവണം. ചേച്ചിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ അഭിനയം അല്ലാതെ ഇൻ്റർവ്യൂ കണ്ടിട്ട് എൻ്റെ അങ്ങനെ 2 സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കിയ കാര്യമാണ് അത്. ഒന്നും തന്നെ നമ്മൾ പറയാൻ ഇപ്പോഴാ വാക്ക് തന്നെ, അതായത് ഒരു മയക്കുമരുന്ന് അടിമപ്പെട്ട മനുഷ്യർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു സദാചാര ബോധത്തിന്റെ പ്രശ്നം. അത് കള്ളു കുടിക്കുന്നവരോടും കഞ്ചാവ് അടിക്കുന്നവരോടും സിഗരറ്റ് വലിക്കുന്നവരോടും ഒക്കെ നമുക്ക് ഈ ഒരു യാർഡുണ്ട്. നമ്മുടെ ഒരു മോറൽ വാല്യൂസിൽ വരാത്ത സാധനമാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എപ്പോഴും ഗുഡ് സർട്ടിഫിക്കറ്റിൽ കയറി പറ്റുന്നതാണ്. അപ്പൊ ഈ അമ്മാവൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന സാധനം എല്ലായിടത്തും ഉണ്ട്, അത് ഇൻഡസ്ട്രിയിലും ഉണ്ട്. പക്ഷെ അതിന്റെ പുറത്ത് അവരെന്തെങ്കിലും ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, ഈ ഒരു മോറൽ വാല്യൂസ് വെച്ചുകൊടുത്ത് ആ പെരുമാറ്റ രീതികളിൽ നിന്ന് കുതറി നിൽക്കുന്ന മനുഷ്യരോടുള്ള അതൃപ്തികളാണത്. അതിൽ കുറച്ചും കൂടി പ്രകടനപരമായിട്ട് ഷൈൻ നിൽക്കുന്നുണ്ട്. ഷൈൻ ടോം അങ്ങനെ നിൽക്കും, ബാസി അങ്ങനെ നിൽക്കും, ഷൈൻ നിഗം അങ്ങനെ നിൽക്കും. അപ്പൊ പിന്നെ ഇവർക്ക് ഏറ്റവും ഈസി ഇതിനെ കോർണർ ചെയ്യാൻ. നമുക്കെന്ന് വെച്ചാൽ, നമുക്ക് ഒരു മനുഷ്യനിൽ എപ്പോഴും അവരുടെ സ്വഭാവ ശരിയല്ല എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും വലിയ നമ്മളെ മോറൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ അത് ആരോപണത്തിന് ഉപയോഗിക്കുന്നത് 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ലൈംഗികത, ഒന്ന് മയക്കുമരുന്ന്, കള്ള്. നിങ്ങൾക്ക് ഒരാളെ ടാർണിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക കുറ്റാരോപിതനാക്കിയാൽ മതി ഒരാളെ, അല്ലേ? അപ്പൊ ഇത് രണ്ടും ഭയങ്കര ഒരു ഭയങ്കര വൈരുദ്ധ്യമാണ് അത്. ഇതിന്റെ മൊത്തം ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഇതെല്ലാം ആണ് ഇത് പ്ലേ ചെയ്യുന്നത്. നിങ്ങൾ പണമായിട്ട് അധികാരവും പണവും ബന്ധപ്പെട്ട് കിടക്കുന്നിടത്ത് സെക്സ്, കള്ള്, കഞ്ചാവ്, മയക്കം ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും അറിയാത്ത മനുഷ്യരൊന്നും അല്ല ഈ റിപ്പോർട്ട് ചെയ്യുന്നവരും ചോദ്യം ചെയ്യുന്നവരും ചീത്ത പറയുന്നവരൊക്കെ. അപ്പൊ ഇത് നമ്മളുടെ ഒരു ഭയങ്കര മോശം സദാചാര ഭ്രമത്തിന്റെ പ്രശ്നമാണത്. അത് ആ പിള്ളേരെ പ്രശ്നമൊന്നുമല്ല. പിള്ളേർക്ക് ഞാൻ പറഞ്ഞ ചേച്ചി വ്യക്തിപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കൺസേൺ ആവേണ്ട കാര്യമില്ല. വർക്ക് സ്പേസിൽ നിങ്ങൾ എനിക്ക് ഉപദ്രവം ഇല്ലാത്തടത്തോളം. പിന്നെ അവര് ചില സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് അത് പ്രൊഡ്യൂസറും അവരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തേണ്ട കാര്യമാണ്. എനിക്ക് മനസ്സിലാവില്ല അതിനൊക്കെ എന്തിനാ അത്ര ഹൈപ്പ് കൊടുക്കണമെന്ന്. അത് അങ്ങനെ ചെയ്യുന്ന മീഡിയയ്ക്ക് കൂടിയുണ്ട്. ഞങ്ങളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ സദാചാരപരമായ കാര്യങ്ങളിലാണ് കൂടുതൽ ഊന്ന് കൊടുക്കുന്നത്, അങ്ങനെ അല്ലാത്ത മനുഷ്യന്മാരെ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നുള്ളൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കളികളാണ്. അതിനകത്ത് ആ പിള്ളേർക്കൊന്നും ചെയ്യാനില്ല. നമ്മളെ മനോഭാവത്തിന്റെയും കൂടിയാണ് അതിന് കയ്യടി കിട്ടുന്നത്. പിന്നെ നമുക്കും ഭയങ്കര പേടിയാ. അയ്യോ, ലൈംഗിക കുറ്റാരോപിതന്റെ മേല് നമ്മള് എങ്ങനെ വശം പിടിക്കും, ഞാൻ പിന്നെ ആരായി? അയ്യോ, കള്ളു കുടിക്കുന്നവരെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കും? മയക്കുമരുന്ന് അടിച്ചവന്റെ കൂടെ ഞാൻ എങ്ങനെ നിൽക്കും? ഞാൻ എവിടെ നിൽക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, മറിഞ്ഞിരുന്ന് ചെയ്യുന്ന കാര്യമാണ്. മനുഷ്യർ ഇതൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് മാതിരി ചെയ്യാന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് മതപരമായ സത്യത്തിനകത്ത് വീർപ്പുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ജനിച്ച ഒരു ഡാർസിയാണ്, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതിന്റെ പുറത്ത്
ഞങ്ങളെ അങ്ങനെ മതപരമായിട്ട് ഭയങ്കര പീഡിപ്പിച്ച് വളർത്തിയവരല്ല. പള്ളിയിൽ പോണം, കൊന്തെത്തിക്കണം, പ്രാർത്ഥന എത്തിക്കണം എന്നുള്ള നിർബന്ധങ്ങൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചനും ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് പിന്നെയുണ്ട്. അത് പീപ്പിൾ പ്ലീസിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ മേലേക്ക് വരുന്നത്. അതിനത്ര ഇഷ്ടമായിട്ടൊന്നുമല്ല. അമ്മ ആയതുകൊണ്ട് അവരത് അങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ അവരൊരു മോശം അമ്മയായി പോലോ എന്ന് കരുതിയിട്ട് പാവം പള്ളി പൊടി കൊന്തെത്തിക്കടി എന്നൊക്കെ പറയും. പക്ഷെ അപ്പച്ചൻ അങ്ങനത്തെ ഒരാളെ അല്ല. എൻ്റെ അമ്മൂമ്മയാണെങ്കിൽ ഒട്ടുമല്ല. ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മൂമ്മ. അപ്പൊ എൻ്റെ അമ്മൂമ്മ 100 വയസ്സ് വരെ ജീവിച്ച ഒരു സ്ത്രീയാണ്. അവര് അങ്ങനെ കൃത്യമായി കൊന്തെത്തിക്കുക, പള്ളിയിൽ പോകുക നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല അമ്മമ്മയുടെ ഒരു പോളിസി തന്നെ, ഒരു ഫിലോസഫി തന്നെ അന്നമാണ് ദൈവം. വിശക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ പറയരുത്, ഭക്ഷണം കൊടുക്കുന്നേ പറയുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ഭക്ഷണം ചോദിക്കുമ്പോ തന്നെ അമ്മമാര് കൊന്തെത്തിക്കിടി എന്നൊക്കെ പറഞ്ഞ പറയും, ആദ്യം ഭക്ഷണം കൊടുക്കും നീ, എന്നിട്ട് കൊന്തെത്തിക്കാൻ പറയും എന്ന് പറയുന്ന ഒരു അമ്മൂമ്മ എനിക്കുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഗുണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ വളർന്നു വരുമ്പോ തന്നെ ഞാൻ 14 വയസ്സിൽ പള്ളിയൊക്കെ വിട്ട ഒരാളാണ്. പള്ളി എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, അതിന്റെ സ്ട്രക്ചർ ഒന്നും പറയണ്ടല്ലോ. പള്ളിയും പാർട്ടിയൊക്കെ ഒന്നാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ, അധികാരത്തിന്റെ വഴിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിൽക്കാനും പറ്റില്ല. ഏത് പാർട്ടി ആയിക്കോട്ടെ, എത്ര നല്ല സമത്വം പറയണതാണെങ്കിലും അത് അധികാരത്തിന്റെ അപ്പസ്തോലന്മാരാവുന്നതോടുകൂടി എൻ്റെ സ്വഭാവമൊക്കെ മാറുന്നു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിൽക്കാറില്ല. ചെറിയ പ്രായത്തിൽ അത് വിട്ടു. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് ഒരു തെരഞ്ഞെടുപ്പാണ് എൻ്റെ പാർട്ട്ണറെ. അത് വീട്ടുകാർക്കൊക്കെ സ്വാഭാവികമായിട്ടും വിഷമമുണ്ട്. കാരണം ഈ സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് അതൊക്കെ മുഴുവനും ഫേസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കത് സംഘർഷമായിട്ട് പോലും തോന്നില്ല. കാരണം ഞാനത് മുൻകൂട്ടി കാണുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കാണുന്നതുകൊണ്ട് നമുക്കത് പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ബാലുവിന്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബാലു തന്നെ ഒരു പുരോഗമനകാരി. അതുകൂടാണ്ട് വീട്ടുകാർ മൊത്തം കമ്മ്യൂണിസ്റ്റുകാര്. അപ്പൊ ഞാനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടയായിട്ടാണ് കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും KSCക്കാരിയായി നിന്ന് ഞാൻ SFIയിൽ ജോയിൻ ചെയ്യുന്നത്. SFIയുടെ ജോയിന്റ് സെക്രട്ടറി ആവുന്നത് 2ാം കൊല്ലം തന്നെ. അതായത് പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെയുള്ള ഈ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് മനസ്സിലായി നമുക്കൊന്നും പറ്റിയ ഇടങ്ങളല്ല ഈ പാർട്ടി സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങുന്നത്, റിസൈൻ ചെയ്തു പോരുന്നതാണ്. അത് റിസൈൻ ചെയ്യാനുള്ള കാരണം തന്നെ ബാലുവിനെ കല്യാണം കഴിച്ചതാണ്. പിന്നെ പാർട്ടിയുടെ അകത്തല്ലാത്ത ഒരാളെ പാർട്ടിക്കാരി കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പൊ ഞാൻ പാർട്ടിയോട് ചോദിക്കണ്ടേ, ഞാനിപ്പോ എന്താ ചെയ്തത്? നമ്മള് ജാതിക്കും മതത്തിനെതിരെയാണ്, സ്ത്രീധനത്തിനെതിരെയാണ്, നമ്മൾ ഇതിനൊക്കെ എതിരെ പ്രതിജ്ഞ എടുത്തവരാണ്. ഞാനതൊക്കെ ചെയ്തില്ലേ? പിന്നെ എന്താ പ്രശ്നം എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷെ അവർക്കതൊന്നുമല്ല, അവർക്കത് ആ ലോജിക്കൊന്നും എടുക്കാൻ വയ്യ. പക്ഷെ നമുക്കത് മനസ്സിലായി. ഞാൻ ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, നമ്മൾ കമ്മ്യൂണിസ്റ്റ് കുടുംബം ആയതിന്റെ പുറത്ത് എന്തെങ്കിലും പ്രത്യേക മെച്ചമുണ്ടാവുമെന്ന് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നില്ല. വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബോധത്തിൽ കൊണ്ട് നടക്കുന്നത്, അങ്ങനത്തെ വ്യക്തികൾ എന്ത് തരം കുടുംബങ്ങളാണ്, എന്ത് തരം മനുഷ്യബന്ധങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഉള്ളത് മാത്രമാണ് അവിടെ ഏറ്റവും പവർലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ബ്രീത്തിങ് സ്പേസ്. ലൈഫ് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാല് മനുഷ്യജീവി എന്നുള്ള രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഞാൻ ഏത് കാലത്താണെങ്കിലും പട്ടിണി കിടന്നിട്ടില്ല എന്നേ ഉള്ളൂ. പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ എനിക്കിപ്പം ഇല്ല. എൻ്റെ ജീവിതം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് വലിയ സമ്പാദ്യമൊന്നും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആലോചിച്ചറിയാം. ചെറിയ കാലയളവിൽ 10 ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ഒരമ്മ നടി, അങ്ങനെ തന്നെ പറയണം. അത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്ര ഭയങ്കര ലുക്രേറ്റീവ് വരുമാനമല്ല. പക്ഷെ എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ അത് ഭയങ്കരമായി സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ആ തൊഴിലാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. കംഫർട്ട് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യജീവി സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ എന്നെ എല്ലാതും ബാധിക്കുന്നുണ്ട്. അതിനപ്പുറം വ്യക്തി എന്നുള്ള രീതിയിലും എൻ്റെ ഏകാന്തതകളും എൻ്റെ ഒറ്റപ്പെടലും എന്നെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മാറി മറിഞ്ഞു വരും. നമുക്കിത് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂട്ടത്തിൽ ജീവിക്കുമ്പോഴും നിങ്ങൾ ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ടാവും. ഇതിനൊന്നും അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. അത് ആരെങ്കിലും വിട്ടുപോയതിന്റെ ആരെങ്കിലും കൂടെ ഉള്ളതിന്റെയും കുഴപ്പമല്ല. മനുഷ്യജീവിക്ക് അങ്ങനെയാ പറ്റുള്ളൂ. അപ്പൊ ഈ ഏകാന്തതേനെ നമ്മൾ മനസ്സിലാക്കുന്നതും അതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സിലായിരിക്കും ചിലപ്പോൾ ആർട്ടൊക്കെ വന്നു പോണത്. അല്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര അരാജകത്വത്തിൽ തന്നെ ജീവിച്ചു പോകാൻ പറ്റും. അതൊരു മോശം കാര്യമൊന്നുമല്ല. അനാർക്കിയാവുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല നല്ല അർത്ഥത്തില്. നമ്മൾ പക്ഷെ അനാർക്കിനെ മനസ്സിലാക്കുന്നത് കള്ളു പിടിക്കുക, പെണ്ണ് പിടിക്കുക, കഞ്ചാവ് പിടിക്കുക. സത്യത്തിൽ അനാർക്കി അതല്ല കേട്ടോ. ഏറ്റവും സ്വതന്ത്രമായ ഒരു മാനസികാവസ്ഥയാണ് അനാർക്കി എന്ന് പറയുന്നത്. അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടൊരു പ്ലേ, നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നു,
വേണ്ടി വരും. നിങ്ങൾക്ക് മിനിമം ഡിസിപ്ലിനിലാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലാത്തതുപോലെ തന്നെ നിങ്ങൾ ഈ സാമ്പ്രദായിക ജീവിതത്തിനകത്ത് പെട്ട് കഴിഞ്ഞാൽ മിനിമം ഡിസിപ്ലിൻ എടുക്കുക എന്നുള്ളത് നിങ്ങൾ ഫോഴ്സ്ഡ് ആണ്. അതിനെ നിങ്ങൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. നമ്മൾ ഈ ഒരു ഞാണിന്മക്കളി ഉണ്ടല്ലോ, ചിലവരാണെങ്കിൽ വളരെ ഭംഗി നരകത്തിന്റെ മേലെയുള്ള തീയിൽ നൃത്തം ചവിട്ടി പോകുന്ന പോലെ, അതൊക്കെ സത്യം പറഞ്ഞ റൂമിക്കൊക്കെ പറ്റുന്ന സൂഫി മനോഹർ സെൻ ബുദ്ധിസ്റ്റുകൾ അങ്ങനെയല്ലേ പറയാം, ഒരു സെൻ നിമിഷം വന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറ്റിയ വളരെ നല്ലത്. എനിക്കൊക്കെ അതാണ് ഇഷ്ടം. പക്ഷെ പറ്റുന്നൊന്നുമില്ല. നല്ല വേദനയുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല. പ്രേമൊന്നും ഇല്ലാണ്ട് ഒരു സുഖമില്ല അവന്. പക്ഷെ അതിന്റെ ദുരന്തം ആലോചിക്കുമ്പോ വേണ്ട, സമാധാനമാണ് ഏറ്റവും വലുത് എന്നാലോചിച്ചു പോകും. അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഇതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായി, നമ്മളൊരു ഓൺഗോയിങ് പ്രോസസ്സിൽ അന്ന് നാടകം എന്ന മാധ്യമത്തിന് എനിക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിലെനിക്ക് ഒന്നും ആവാൻ പറ്റില്ല. ഞാൻ 2-3 അമേച്വർ നാടകങ്ങൾ എന്ന് പറയാം അത് ചെയ്തു. അപ്പൊ അന്ന് എൻ്റെ അവിടെ കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ മനസ്സിലാക്കലുകളിൽ ഏറ്റവും ഉയർന്ന മാധ്യമം എനിക്ക് നാടകമായിരുന്നു. അപ്പൊ അത് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു തൊഴിലായിട്ടാണ് കാണുന്നത്. ഇത് ഭയങ്കര ലുക്രേറ്റീവ് ആവുന്നത് ഇതിന് പുറത്ത് നിൽക്കുന്ന മനുഷ്യർക്കാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിഴലിനെയാണല്ലോ കാണുന്നത്. നിഴലിനെ കാണുന്നത് അത് റിയൽ മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ ഈ സന്തോഷം. പിന്നെ അതുമല്ല, ജീവിതങ്ങളെ നമ്മൾ അത്രയ്ക്കും കൊണ്ടാടുന്നുണ്ട്. അപ്പൊ ആ സ്പേസിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള കൗതുകമുള്ളൂ. അതിലപ്പുറത്ത് എനിക്കിതിനകത്തൊരു പുതുമയില്ല. എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് ഭയങ്കര എക്സ്പ്രഷന്റെ സാധനമാണ്. ഇതൊരു ഞാനിപ്പോ ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ അല്ല, ഞാൻ ആർട്ടിസ്റ്റായിട്ട് പോലും എന്നെ കാണുന്നില്ല. അല്ല നാടകം ഞാൻ കാണുന്നത് എൻ്റെ പൊളിറ്റിക്കൽ ടൂളായിട്ടായിരുന്നു. എനിക്ക് സിനിമേനെ അങ്ങനെ കാണാൻ പറ്റും. ഞാൻ ഈ സിനിമേനെ പ്രയോഗിക്കാനുള്ള ഒരു സാധ്യതയിൽ എത്തുമ്പോൾ. ഇന്നിപ്പോ അതല്ലെന്ന്. ഇന്ന് ഞാൻ സിനിമ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിനകത്ത് ഒരു എന്തോ നട്ടോ ബോൾട്ടോ മാത്രമാണ്. എനിക്ക് പ്രത്യേകിച്ച് റോളില്ല ജീവിതത്തിൽ. എനിക്കത് ഞാനിപ്പോ ഇന്നൊരു സെയിൽസ് ഗേൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര ഒരു മാസം വരുമാനം കിട്ടും? എൻ്റെ ഈ 54-ാം വയസ്സിൽ ഞാൻ സെയിൽസ് ഗേളായി പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരുമാനമാണ് കിട്ടാൻ സാധ്യത? ആ വരുമാനം വെച്ച് എന്ത് കംഫർട്ടാണ് കിട്ടാൻ സാധ്യത? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് അതിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട വേതന എനിക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ ജീവിതം കുറേ കൂടി കംഫർട്ടബിളാണ്. പിന്നെ അത് അതൊരു പവർ പൊസിഷനാണ്. വർത്താനം പറയാം. എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, എനിക്ക് ഒരു അറിവുണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ഗട്ട്സ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ തയ്യാറാവുന്നതിൻ്റെ ഒരു മിടുക്കാണത്. ആ മിടുക്കിനെ ആളുകൾ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചില ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. എന്നെ പോലെ തന്നെ വന്ന എത്രയോ മനുഷ്യന്മാർ ഇതേ അനുഭവം ഇതേ പ്രതിസന്ധിയുള്ളവർക്ക് ഇത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ പുറത്ത് മാത്രം അവർ ഇത്രയ്ക്കും എന്താ പറയുക വിസിബിൾ അല്ല. അപ്പൊ അതെന്റെ ഒരു മിടുക്ക് മാത്രമാണ് അതിനകത്ത് ആർട്ടിസ്റ്റേ ഇല്ല. അത്രേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് പറയാം, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും പ്രിപ്പയർഡ് അല്ലേ ജീവിക്കാനായിട്ട്? ജീവിക്കാൻ, കൊടുക്കാൻ, കൊള്ളാനൊക്കെ പ്രിപ്പയർഡ് ആണ് അല്ലേ? മരിക്കാൻ മാത്രം പ്രിപ്പയർഡ് അല്ല. അത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കണം. സ്വാഭാവിക മരണത്തിന് ആരും പ്രിപ്പയർഡ് ഒന്നുമല്ല. അതുകൊണ്ട് അതൊക്കെ പറച്ചില്ല. ഞാൻ പറഞ്ഞത് അതല്ല. നമ്മൾ ലൈഫിൽ യാത്ര പോകണം, പെട്രോൾ അടിച്ചോ, വെള്ളം വെച്ചോ, നാളെ ഒരു ദിവസത്തെ പോകണ്ട, ഒരു ജോഡി ഡ്രസ്സ് എടുത്തോ, ഷെഡ് എടുത്തോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മള് പ്രിപ്പയർഡ് ആണ്. നമ്മള് ഈ സാധനം നമുക്ക് നാളെ മരിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ അയ്യോ അവനോട് പിണക്കം തീർത്തിട്ട് വരാന്ന് നമ്മൾ പറയോ? ഇല്ല. അത് നമ്മൾ വിചാരിക്കും നമ്മൾ മരിക്കില്ല എന്നാ. അതുകൊണ്ടാണ് നമ്മൾക്ക് അതുകൊണ്ടാണ് ആ വന്യത നിലനിർത്താൻ പറ്റും. മരിക്കുന്നൊന്നും അറിഞ്ഞിരുന്ന ആരെങ്കിലും സന്തോഷിക്കുമോ? മരിക്കുന്ന ഉറപ്പാണ്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള നേരം കിട്ടണില്ല. എന്തെല്ലാം യുദ്ധങ്ങളിലാണ് നമ്മൾ നിൽക്കണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രിപ്പയർഡാണ്. എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കര പേടിയാ സത്യത്തില്. നിങ്ങളെ തന്നെയൊക്കെ ഭയങ്കര പേടിയാ. പക്ഷെ ഞാൻ അവിടെ നെഞ്ചും പിരിച്ചിരിക്കും. കാരണം എൻ്റെ ഷീൽഡാണ് അത്. ഞാൻ ഈ പ്രകടിപ്പിക്കുന്ന എൻ്റെ ധൈര്യം മാത്രമാണ് എൻ്റെ ഷീൽഡ്. അതില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ മെക്കെട്ട് കയറുന്നു. അതിലെന്താ തർക്കം ആണ്. അപ്പൊ ആ കരുത്ത് തന്നെയാണ്. കാരണം എനിക്ക് മനുഷ്യരെ പേടിയാ. അപ്പൊ എനിക്ക് കരുത്തില്ലാണ്ട് പറ്റൂല. സത്യമാണ് അത്. അപ്പൊ ഞാൻ വരച്ചാൽ നമ്മളെല്ലാം പ്രിപ്പയർഡ് ആണ്. അത്തരത്തിൽ ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ്. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കളയണേ.
ഇല്ല എഡിറ്റിംഗ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരുപാട് സമയമായി. അതെ, വൈൻഡപ്പ് ചെയ്യടപ്പോ. ഇല്ലില്ല, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിൽ ഒറ്റ ചോദ്യം കൂടിയും അതിൻ്റെ ഒരു ഇപ്പോൾ ഒറ്റ കാര്യം മാത്രം സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ ജോലിച്ചിയുടെ ഡ്രീം പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ സിനിമ സാധനം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് നല്ല കാര്യമാണ്. കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ഏറ്റവും ഉള്ളിൽ എൻ്റെ ഏറ്റവും ഗൂഢമായ സ്വപ്നങ്ങൾ എനിക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാറില്ല. എൻ്റെ ഡ്രീം പ്രോജക്റ്റ് എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പിച്ച് ബൈബുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഇൻവെസ്റ്ററൊക്കെ കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. 2-3 സ്ക്രിപ്റ്റിൻ്റെ 1 ലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വേറൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളേതുപോലെയുള്ള കുറേ മനുഷ്യരുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, വളരെ ലൈവ്ലി ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ കഴിയുന്ന പൊട്ടൻഷ്യലുള്ള കുറേ ടെക്നീഷ്യന്മാർ, മനുഷ്യർ, എഴുത്തുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടി കളക്ട് ചെയ്തിട്ട് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു സിനിമ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക. ഒരു നമ്മളുടേതായിട്ട് തന്നെയുള്ള കൂട്ടായ്മയിൽ നിന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാക്കുക. നമ്മളെ തന്നെ ആ ഗ്രൂപ്പിനകത്തെ മനുഷ്യരുടെ തന്നെ സ്ക്രിപ്റ്റുകൾ സിനിമകളായിട്ട് വരിക. അപ്പോൾ ആദ്യത്തെ ഒരു സാധനം ഭയങ്കര സ്ട്രെയിൻഫുള്ളായിരിക്കും എന്നറിയാം. എന്നാലും അങ്ങനെ ഒരു സംരംഭത്തിനുള്ള സാധ്യതയും കൂടെ അറിയണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൂടെ വരുമ്പോൾ എനിക്കുണ്ട്. സിനിമ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഫോക്കസിൻ്റെ ആളല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനകത്ത് അങ്ങനെ നിൽക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആരോടും ഒരു ആക്സസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരും പോയിട്ട് ഇങ്ങനെ എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ പൈസ ഇറക്കുമെന്നൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അങ്ങനെ പിന്നെ അതല്ല, എനിക്ക് അങ്ങനെ സിനിമ ചെയ്ത് അടങ്ങും. ചില സമയത്ത് എനിക്ക് തന്നെ ഒരു ഫ്ലിപ്പുണ്ട്, ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ എന്തിനാ ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നു. ലോകത്ത് ഇങ്ങനെ പല കാര്യവും നടക്കുന്നുണ്ട്, ഇതിലകത്തൊക്കെ നമ്മൾ കൊണ്ട് തലയിടേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഭയങ്കര ഒരു വിഡ്രോ ചെയ്യും. ചിലപ്പോൾ എനിക്ക് തോന്നും ചില സാധനങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അങ്ങനെ പറ്റില്ലല്ലോ, നമ്മൾ സിനിമയൊക്കെ ചെയ്ത് കാണിക്കണ്ടേ. അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുള്ളതിൻ്റെ ഒരു ഫോക്കസ് ഇല്ലായ്മ എനിക്കുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ 3 സ്ക്രിപ്റ്റ് ഉണ്ട്. നല്ല ഇതിനോട് സ്ക്രിപ്റ്റിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ മാത്രമുള്ള ഗൗരവം പിടിച്ച സ്ക്രിപ്റ്റും അല്ല. വളരെ ലളിതമായിട്ടുള്ള വളരെ കമേഴ്ഷ്യൽ ആംഗിളിൽ തിയേറ്റർ റിലീസിന് പറ്റുന്ന ഒരു സ്ക്രിപ്റ്റാണ്. പക്ഷെ ഇതിൽ നായകനോ നായികയോ ഇല്ല. ഇവിടെ ആളുകൾ ആദ്യം ചെല്ലുമ്പോൾ ചോദിക്കുക നായകനാരാ? നായകനില്ല. എൻ്റെ സിനിമയിൽ കഥാപാത്രങ്ങളേ ഉള്ളൂ. ലീഡ് കഥാപാത്രം ഒരാളുണ്ടാവും, പക്ഷെ അത് പെണ്ണാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കുറേയും കൂടി മികവിൽ നിൽക്കുന്നത് സ്ത്രീ അനുഭവങ്ങളാണ്. അപ്പോൾ അത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയിൽ അത് അത്രയൊന്നും യേശുന്നതല്ല. എവിടെയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരാളോടൊക്കെ പറയാൻ ശ്രമിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് കാന്താര പോലത്തെ വല്ല സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ കാന്താര പോലെ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും ഐതിഹ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രത്യേകതരം വയലൻസ് ഉള്ള അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡിസ്കറേജ്ഡ് ആണ്. പക്ഷെ ഇങ്ങനൊരു ഭയങ്കര ഗൂഢമായ ചില ആഗ്രഹമൊക്കെ ഇല്ല. അപ്പോൾ 10 വർഷത്തിന് ശേഷം ഷാർജയിൽ വരുന്നു. പഴയ സൗഹൃദങ്ങളും പുതിയ സൗഹൃദങ്ങളെയൊക്കെ കാണുന്നു. പക്ഷെ ഇന്നിപ്പോൾ പുതിയ സൗഹൃദം എന്ന് പറയില്ല, എല്ലാവരും ഇപ്പോൾ കുറേയും കൂടി വെർച്വൽ വേൾഡിൽ എല്ലാവരും ഉള്ളവരൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ റൂമീസ് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് റൂമീനെ തന്നെയാണ് ആലോചിച്ചത്. സൂഫി ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ട ഏതോ മനുഷ്യരെ എന്നെ കാണാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ നമ്മളിലൊക്കെ ഓരോ റൂമീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിനെ എന്തായാലും ഞാൻ ഇവിടെ നേരിട്ട് അനുഭവിച്ചു. അപ്പോൾ ഈ റൂമീസ് എന്നൊരു കളക്റ്റീവ് നാളെ കുറച്ചും കൂടി കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ എത്തട്ടെ. ഇതിൽ കുറേ എഴുത്തുകാർ, നാടകക്കാർ, എനിക്കറിഞ്ഞൂടെ, പിന്നെ എന്തൊക്കെ സിനിമക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് കുറേ കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ. ഇനിയും ഈ റൂമീസിനോടൊപ്പം ഇരിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചതിന് സന്തോഷം. Thank you.